അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച ആയത്തുകളിൽ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ആവശ്യമായ തോതിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഭൂമിയിലുള്ള എല്ലാവർക്കും ഏത് വിഭവം നൽകാനുമുള്ള കഴിവ് അള്ളാഹുവിനുണ്ട് എന്നും കാറ്റുകളിലൂടെ മഴ വർഷിപ്പിക്കുന്നതടക്കമുള്ള ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയതും അള്ളാഹുവാണെന്നും സൂചിപ്പിക്കുകയാണ് ഇന്ന് പഠിക്കുന്ന 21, 22 ആയത്തുകളിൽ. വ ഇമ്മിൻ ഷൈഇൻ ഇല്ല ഇന്ധന ഖസാഇനുഹു. യാതൊരു വസ്തുവും ഇല്ല അതിൻ്റെ ഖജനാവ് നമ്മുടെ പക്കൽ ഉണ്ടായിട്ടല്ലാതെ. ഭൂമിയിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും എത്ര വേണമെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ ഖജനാവ് ഖസാനയുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഒമാനു നസ്സിലുഹു ഇല്ലാ ബി ഖദരിൻ മാലൂം. എന്നാൽ കൃത്യമായ അളവനുസരിച്ച് കൊണ്ടല്ലാതെ നാം അതിനെ ഇറക്കി കൊടുക്കുകയില്ല. ഭൂമിയിൽ ആവശ്യമായ വസ്തുക്കളുടെ ഖജനാവ് അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി അള്ളാഹു ഒരു ഖജാനയിൽ കൂട്ടിവെച്ചിരിക്കുകയാണ് എന്ന അർത്ഥത്തിലല്ല. അതിൻ്റെ ആവശ്യം അള്ളാഹുവിനില്ല. മറിച്ച് ഭൂമിയിലേക്ക് ആവശ്യമായ ഏതൊരു വസ്തുവും എത്ര വേണമെങ്കിലും ഏത് സമയത്തും നൽകാൻ അള്ളാഹുവിന് സാധിക്കും. അള്ളാഹു കുൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതുണ്ടാവും. പക്ഷേ എല്ലാം ഒരു നിശ്ചിത തോതും അളവും അനുസരിച്ച് ഓരോ ജീവിക്കും ആവശ്യമായ തോതനുസരിച്ചുള്ള വിഭവങ്ങളായിക്കൊണ്ടാണ് നൽകിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ വൈജ്ഞാനിക പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് മനുഷ്യൻ ആർജിക്കുകയും ചെയ്യുമ്പോൾ അത്തരം വിഭവങ്ങളും വസ്തുക്കളും നൽകുന്നു. ഇങ്ങനെ ആവശ്യത്തിനും കാലത്തിനുമൊക്കെ അനുസരിച്ചാണ് അള്ളാഹു വിഭവങ്ങൾ ഇറക്കി കൊടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിഭവങ്ങൾ നൽകുന്നത് പരീക്ഷണത്തിൻ്റെ ഒരു വശം കൂടി അതിലുണ്ട്. ചിലർക്ക് കൂടുതൽ നൽകുന്നതും ചിലർക്ക് കുറവ് നൽകുന്നതും, അതായത് സമ്പന്നതയും ദാരിദ്ര്യവുമൊക്കെ പരീക്ഷണത്തിൻ്റെ കൂടി ഭാഗമാണ് എന്ന് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കണം. അർസൽന റിയാഹ ലവാഖിഹ. കാറ്റുകളെ വാഹിനികളായി അയക്കുന്നതും നാമാണ്. വഹിക്കുന്നത് ലവാഖിഹ്. കാറ്റും അതുപോലെ അന്തരീക്ഷത്തിലുള്ള വായുവും അതിപ്രധാനമായ ദൗത്യങ്ങളാണ് നിർവഹിക്കുന്നത്. വായുവില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കാറ്റില്ലെങ്കിൽ മഴ പെയ്യില്ല. കാരണം മേഘങ്ങളെ മഴ പെയ്യേണ്ടിടത്തേക്ക് കൊണ്ടെത്തിക്കുന്നതിലും മഴ പെയ്യിപ്പിക്കുന്നതിലും കാറ്റ് വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. കാറ്റാണ് അത് ചെയ്യുന്നത്. കാറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് മഴ പെയ്യുന്നതും ജീവികൾക്കെല്ലാം വെള്ളം ലഭിക്കുന്നതും. ലവാഖ് എന്നതിന് ബീജസങ്കലനം, പരാഗണം, ബീജം വഹിച്ചു കൊണ്ടുപോവൽ എന്ന അർത്ഥങ്ങളൊക്കെയുണ്ട്. മഴമേഘങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന പണി മാത്രമല്ല കാറ്റിനുള്ളത്. ഈത്തപ്പഴം പോലുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആൺപൂവുള്ള ഈത്തപ്പനയുടെയും പെൺപൂവുള്ള ഈത്തപ്പനയുടെയും പൂവുകൾ കാറ്റിലൂടെ സഞ്ചരിച്ചു കൊണ്ട് നടക്കുന്ന പരാഗണത്തിലൂടെയാണ് ഈത്തപ്പഴം ഉണ്ടാവുന്നത്. ആകാശത്തുള്ള സഞ്ചാരത്തിനും അതുപോലെ തന്നെ സമുദ്രത്തിലുള്ള സഞ്ചാരത്തിനുമൊക്കെ കാറ്റ് ഉപകാരപ്പെടുന്നു. ഇങ്ങനെ കാറ്റിന് ഒരുപാട് ദൗത്യങ്ങളുണ്ട്. തുടർന്ന് മഴ വർഷിപ്പിക്കുന്നതിനെ അതിനോട് ചേർത്ത് പറയുകയാണ്. ഫ അൻസൽനാ മിനസ് സമാഇ മാഅൻ. അങ്ങനെ ആകാശത്തു നിന്നും നാം മഴ വർഷിപ്പിച്ചു. ഫ അസ്ഖൈനാകുമുഹു. എന്നിട്ട് അത് നാം നിങ്ങളെ കുടിപ്പിക്കുകയും ചെയ്യുന്നു. ആ വെള്ളം ആകാശത്ത് നിന്ന് മഴയിലൂടെ വർഷിപ്പിച്ച വെള്ളമാണ് നിങ്ങൾക്ക് കുടിക്കാനായി ലഭിക്കുന്നത്. മഴ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്തെ എടുത്തു പറയുകയാണ്. മഴ വർഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം അള്ളാഹു നിങ്ങൾക്ക് നൽകിയില്ലായിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? വമാ അൻതും ലഹു ബിഖാസിനീൻ. നിങ്ങൾ അല്ലല്ലോ അതിനെ ഖജാനയിൽ സൂക്ഷിക്കുന്നവർ. മഴയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളം സൂക്ഷിക്കാൻ കഴിയും? മനുഷ്യൻ്റെ അഹങ്കാരത്തിന് മറുപടിയായിക്കൊണ്ട് ഖുർആനിൽ പലയിടത്തും അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന വെള്ളം നാം നിർത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് അള്ളാഹു ഖുർആനിൽ പല സ്ഥലങ്ങളിലായി ആവർത്തിച്ച് ചോദിക്കുന്നത്. മഴയുടെയും വെള്ളത്തിൻ്റെയും പ്രാധാന്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.